ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് കാണിക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും ലിനൂസ് ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിക്കൻ, എല്ലില്ലാത്ത കഷ്ണങ്ങളാണത്. ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാലപ്പൊടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡ് സ്ലൈസസ് വേണം. 4 ബ്രെഡ് സ്ലൈസസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുക്കുംബർ അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും 1/4 കപ്പ് വീതമാണ്. പിന്നെ കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ മയണൈസ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള മയണൈസാണ് എടുക്കുന്നത്. അത് കാണിക്കാം ഞാനത് എത്രത്തോളം എടുക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒക്കെ എടുക്കാം കേട്ടോ, ക്യാബേജ് അതുപോലെ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രം എടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് നമുക്കിതെല്ലാം അതിലേക്ക് ചേർക്കാം. ചിക്കൻ പീസസ് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചിച്ചേന്തി എടുക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മയണൈസാണ് അടുത്തത് ചേർക്കേണ്ടത്. മയണൈസ് 2 ടേബിൾ സ്പൂണാണ് ആദ്യം ആഡ് ചെയ്യണത്. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ കുക്കുംബർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മയണൈസ് ചേർക്കാം. ഞാനിവിടെ മൊത്തം 2.5 ടേബിൾ സ്പൂൺ മയണൈസായിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെ കിട്ടും. 2.5 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ആദ്യം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ ഇതനുസരിച്ച് വ്യത്യാസം വരും, നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ ഇതനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ചേർത്തിട്ട് പിന്നെ മൊത്തം കൊളായിപ്പോവും. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത് മൊത്തം ഞാൻ 2.5 ടേബിൾ സ്പൂൺ ചേർത്തു. കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനിയും ബ്രെഡ് സ്ലൈസസിൽ മയണൈസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് റെഡിയാക്കിയാൽ മതി. ഈസി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാണ്. ഈസി ആയിട്ടുള്ള ചിക്കൻ മേയോ സാൻഡ്വിച്ച് അല്ലെങ്കിൽ മയണൈസ് ചിക്കൻ സാൻഡ്വിച്ച്. ഇവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് സ്ലൈസസിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുരിഞ്ഞ ഭാഗം അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കളയണമെന്നില്ല. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, എന്തായാലും നമ്മുടെ സാൻഡ്വിച്ചല്ലേ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ബ്രെഡ് സ്ലൈസസിലും മയണൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിടിപ്പിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഓരോ വശത്ത് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. 2 ബ്രെഡ് സ്ലൈസസിൽ ഓരോ സൈഡും ചേർത്ത് കൊടുത്തിട്ട് ഫില്ലിങ് വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡയഗണൽ ഷേപ്പിൽ, സാൻഡ്വിച്ചിൻ്റെയൊക്കെ ആ ഒരു മോഡൽ ഒരു ഡയഗണൽ ഷേപ്പല്ലേ, അതുകൊണ്ട് ആ രീതിക്ക് തന്നെയാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മയണൈസ് ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ച് ടൈമിലോ എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ച്, ഈസി ആയിട്ടുള്ളത്. ഇത് ചിക്കൻ തന്നെ ചേർക്കണമെന്നില്ല, വേറെ എന്ത് ഫില്ലിങ് വെച്ചാൽ അല്ലെങ്കിൽ സാധാ വെജിറ്റബിൾസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈ സാൻഡ്വിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കിയിട്ട് തലേന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രാവിലെ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്താലും ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തം ഫില്ലിങ് റെഡിയാക്കി സാൻഡ്വിച്ച് തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താലും ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ എടുത്തിരുന്ന ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 4 സാൻഡ്വിച്ച് ആണ് കേട്ടോ തയ്യാറാക്കാൻ പറ്റുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയഗണൽ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഏകദേശം 3 എണ്ണത്തിനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നോക്കുമ്പോൾ 4 സാൻഡ്വിച്ച് ഇല്ലേ, അതായത് നമ്മൾ മൊത്തം 4 ബ്രെഡ് സ്ലൈസസാണ് എടുത്തത്, 2 മിക്സ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്.
കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്താണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.